ഒരു ഡ്രൈവിംഗ് എന്തൂസിയസ്റ്റ് അവർക്ക് പറ്റിയ വണ്ടിയാണ്. NOC പ്രൈസ് ആണ് ഏകദേശം 2.5 ലക്ഷം വരെ മാക്സിമം ഇങ്ങോട്ടേക്ക് മാറാനും കാണ്ടി വരും. BMW 320d ആണ്. 2023 മോഡൽ G മാനുവൽ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ വാഹനമാണ്. വീലും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെ വരുന്നതാണ്. 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 1,000 രൂപയ്ക്ക് 12 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. വേറെ പിന്നെ അതിന്റെ മുകളിലൊന്നുമില്ലേ, നമ്പർ ആക്കിയിട്ടുള്ള വില. നമ്പർ ആക്കിയിട്ടുള്ള. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പുറകിൽ കാണാം നിങ്ങൾ ഫോർച്യൂണർ, ഗ്ലാൻസ, BMW, ഇന്നോവ ഇങ്ങനത്തെ വണ്ടികളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പുതിയൊരു ഡീലറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഡൽഹി വാഹനങ്ങൾ, ഡൽഹി എന്ന് പറയുമ്പോൾ അതർ സ്റ്റേറ്റ്, ഹരിയാന പല സ്ഥലങ്ങളിലുണ്ടാവും. അവിടുത്തെ പല സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ട് വിൽക്കുന്ന ഒരു ഡീലറിനെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഒറിജിനൽ കേരള വണ്ടി എടുക്കുന്നതിനേക്കാൾ ലാഭത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എന്താ വെച്ചാൽ ഇത് എൻഷുർ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ കേരള വണ്ടിയായാലും അവിടുത്തെ വണ്ടിയായാലും ക്വാളിറ്റി സെയിം ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കാരണം അവിടെ നിന്നൊക്കെ വണ്ടി പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് കേരളത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അത്ര വലിയൊരു മാർക്കറ്റ് വ്യത്യാസത്തിൽ നമുക്ക് വണ്ടികൾ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്ക് പരിചയപ്പെടാം. സ്വാഗതം ചെയ്യാം ഇർഫാൻ ഭായിനെ. ഭായ് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കാർ കോറിയം അല്ലേ നിങ്ങളുടെ പേര്? ഓക്കെ, രജിസ്റ്റേർഡ് ആണ്. ഡൽഹിയിൽ ഓഫീസ് ഉണ്ടോ? അല്ല, നമുക്ക് പഞ്ചാബാണ് നമ്മൾ മെയിൻ ആയിട്ട്. പഞ്ചാബാണ് അല്ലേ? പഞ്ചാബിലാണ് ബേസ് ചെയ്യുന്നത്. ഒരു 90% അവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആണ്. പിന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ട് നാട്ടിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് നാട് എന്ന് പറയുമ്പോൾ പേരാമ്പ്രക്ക് അടുത്ത് എവിടെയത്? ചെമ്പ്രയോ? ചെമ്പ്ര എന്ന് പറയുന്നത്. പേരാമ്പ്രക്ക് അടുത്ത് ചെമ്പ്ര. പേരാമ്പ്ര കുരാച്ചോണ്ട് റൂട്ടിൽ ചെമ്പ്രയാണ്, കോഴിക്കോട് ജില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വണ്ടീന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വണ്ടീന്റെ എങ്ങനെയാണ് വണ്ടീന്റെ കണ്ടീഷൻ നമ്മൾ തുറന്ന എല്ലാ കാര്യങ്ങളും പറയും. അത് നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കും? അത് നമ്മൾ ഫുൾ ചെക്കിങ് കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഷോറൂം കൊണ്ടുപോകണം. വെച്ചാൽ പ്രീമിയം വണ്ടികളൊക്കെ നമ്മൾ ഷോറൂം കൊണ്ടുപോയിട്ട് ഷോറൂം നിന്നുള്ള സ്കാനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ബാക്കി നമ്മുടെ വരുന്ന പ്രേക്ഷകർക്ക് അവരുടെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഡീറ്റെയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്പർ വീഡിയോൻ്റെ അകത്ത് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ഒരേ ഒരു പ്രീമിയം സെഗ്മെന്റ് ഇവിടെ ലഭ്യമായിട്ടുള്ളൂ. അത് BMW 320d ആണ്. ഇതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേതാ മോഡൽ ബ്രോ? 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഒരു 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? UP വണ്ടിയാണ്. UP. അവിടെ NOC ഇഷ്യൂ ഉള്ള പ്രശ്നം? അല്ല, നമുക്കൊരു മാക്സിമം ഒരു 15 ദിവസം കൊണ്ട് കസ്റ്റമറുടെ പേരിലേക്ക് നമുക്ക് NOC കാര്യങ്ങൾ എടുത്തു കൊടുക്കാം. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പെൻഡിങ് വെക്കണമെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ 15 മോഡല് വെറും 72,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ അല്ല? അല്ല, ഇത് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ വേരിയന്റ് വെച്ചാൽ സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. മോഡ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. സൺറൂഫ് ഉണ്ടാവില്ല. 320d. അപ്പോൾ ഒരു പെർഫോമൻസ് ബേസ്ഡ് സെഡാൻ നോക്കുന്നത് അതന്നെ. ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനൊക്കെ എവിടെ കൊണ്ടിട്ടാലും ഒരു അത്യാവശ്യം ആ ഒരു ഡ്രൈവിംഗ് എന്തൂസിയസ്റ്റ് അവർക്ക് പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് മെയിൻ ഗ്ലാസ് ക്ലെയിം ഉണ്ട്. അത് ഷോറൂം തന്നെയാണ്. ബാക്കി ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ബമ്പറോ കാര്യങ്ങളോ ഒന്നും ക്ലെയിം ഇല്ല. ഈ പറഞ്ഞ കിലോമീറ്റർ മുഴുവൻ ഷോറൂം ഹിസ്റ്ററി ഉണ്ടോ? അല്ല, ഷോറൂം ഹിസ്റ്ററി ഇല്ല. ബട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക, ജെന്യൂൻ ആണ്. നമ്മൾ ഷോറൂം കയറി സ്കാൻ ചെയ്തെടുത്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ, കിലോമീറ്റർ ടാമ്പറിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ്? NOC-ലാണോ പറയുന്നത് അതോ? നമുക്ക് NOC-യിൽ എവിടെയെങ്കിലും എടുത്തോ? NOC ഇല്ല, NOC എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ RTO-ല് നമുക്ക് NOC എടുത്തു കൊടുക്കാം. NOC എടുത്തു കൊടുക്കുന്നതിൽ 990 നമുക്ക് NOC എടുത്തു കൊടുക്കാം. ഏത് കേരളത്തിൽ ഏത് RTO-ലേക്കും 990 അല്ലേ? മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? 3 ലക്ഷം വരുമോ? ഇല്ല, അത്ര വരില്ല. 2-2.5 മാക്സിമം. 2.5 അല്ലേ? അത് ഓരോ RTO-യിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. 2-2.5 മാക്സിമം. ഓക്കെ, 990 NOC പ്രൈസ് ആണ്. ഏകദേശം 2.5 ലക്ഷം വരെ മാക്സിമം ഇങ്ങോട്ടേക്ക് മാറാനും കാണ്ടി വരും. BMW 320d ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയല്ല ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അതെ, നമുക്ക് നോക്കിയിട്ട് സംസാരിക്കുക. ഇത് നല്ല ഡീല് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? NOC-ൽ തന്നെ? അല്ല, NOC-ൽ ഇല്ല. അടുത്തത് ഫോർച്യൂണർ. ഇപ്പോഴും എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർച്യൂണർ അല്ലേ? ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? 2012 മോഡല് 4x2 ഓട്ടോമാറ്റിക് ആണ്. ഇത് UP അല്ല, ഇത് UK രജിസ്ട്രേഷൻ വണ്ടി. ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. നമുക്ക് KL 77-ലേക്കാണ് NOC എടുത്തത്. പേരാമ്പ്ര RTO-ലേക്കാണ്. ഇവരുടെ ഇവിടെ തന്നെയാണ്, കോഴിക്കോട് പേരാമ്പ്ര RTO-ലേക്ക് NOC ആയിട്ടുണ്ട്. ഇഷ്യൂ ആയതാണ് വണ്ടീന്റെ. ഇഷ്യൂ ആയിട്ടുണ്ട്.
ഇനിയിപ്പോ അത് ക്യാൻസൽ ചെയ്ത് മാറ്റിയെടുക്കാൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എത്ര ടൈം എടുക്കും അങ്ങനെ അത് നമുക്ക് ഒരു 1.5 മാസം സമയം എടുക്കും. കസ്റ്റമറിന് പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് കേരളാക്കി കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് അപ്പൊ പിന്നെ ഓണർഷിപ്പ് മാറില്ല. ഓണർഷിപ്പ് പേരിലാക്കിയിട്ട് പിന്നെ മാറില്ല. അപ്പോ പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, 1.5 മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ആക്കി ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ തന്നെ ഉള്ള ആളാണെങ്കിൽ 77 ഉള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, പെട്ടെന്ന് പരിപാടി കഴിയും 5 ദിവസം കൊണ്ട്. അപ്പോ 12 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ നമുക്ക് 2 ലക്ഷത്തിന്റെ മേലൊക്കെ ഉണ്ട്. 2 ലക്ഷം മേലെ ഓടിയിട്ടുണ്ട്. ഓക്കെ, കമ്പനി സർവീസ് എന്തായാലും ഉണ്ടാവില്ല. കാരണം വണ്ടി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമറിന് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ടേ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 90% അതർ വണ്ടിയുടെ ആയിരിക്കുമല്ലോ. ഓക്കെ, കാരണം കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ടയർ അത്യാവശ്യമുണ്ട്. പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രൈസ് എങ്ങനെയത്? ഇത് നമുക്ക് 8:30 KL നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. കേരള നമ്പർ ആക്കിയതിന് ശേഷം 8,30,000 രൂപയ്ക്ക് 12 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 8:30 കേട്ടോ. അപ്പോ വേറെ പിന്നെ അതിന്റെ മോളൊന്നുമില്ലേ, നമ്പർ ആക്കിയിട്ടുള്ള വില? നമ്പർ ആക്കിയിട്ടുള്ള അതർ സ്റ്റേറ്റ് വണ്ടി നോക്കുമ്പോൾ ഫോർച്യൂണറിന്റെ ഒരു ഇന്നോവയുമാണ്. അടുത്തൊരു ഇന്നോവയാണ്. എന്തെങ്കിലും ഡീറ്റെയിൽ? 2015-16 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളൂ. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, അത് സ്റ്റേറ്റ് വണ്ടീന്റെ കേസ് ആകുമ്പോൾ നമുക്ക് പറയാനായാല. കാണിക്കുന്നത് ഒരു 1.5-1.80 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടിന്റെ അടുത്ത് എന്തായാലും ഓട്ടം ഉണ്ടാവും. അങ്ങനെ സർവീസ് ഉണ്ടോ? ലാസ്റ്റ് എത്രയാണ് സർവീസ്? ലാസ്റ്റ് 2018 നമ്മൾ ചെക്ക് ചെയ്തതിന് ഹിസ്റ്ററി. 2018 90,000 ലാസ്റ്റ് സർവീസ്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 1.80 ഒക്കെ. എത്ര മീറ്ററിൽ എത്ര കാണിക്കുന്നത്? മീറ്ററിൽ 1,08,000 ആണുള്ളൂ. അത് വിശ്വസിക്കണ്ട, നോക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടേ എടുത്തു കൊടുക്കുക വണ്ടി. 15 മോഡൽ 16 രജിസ്ട്രേഷൻ അല്ലേ വണ്ടി? ഓക്കെ, അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ടയറും ഭാഗങ്ങൾ അത്യാവശ്യമല്ലോ ഓക്കെയാണ്. ഓക്കെ, മെയിൻ ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. കിലോമീറ്ററിൽ ജെനുവിറ്റി പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഫിസിക്കലി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. അവരെ കൊണ്ടുപോകണമെങ്കിൽ ചെക്ക് ചെയ്യാം. അവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഷോറൂം കയറ്റണമെങ്കിൽ ആ രീതിയിൽ എന്ത് സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ NOC എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, NOC എടുത്തിട്ടില്ല. പഞ്ചാബ് ആയതിനെ കൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടാവും. അത് പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും. അത് കസ്റ്റമറോട് നമ്മൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതി ചെയ്തു കൊടുക്കാം. അതല്ല അവർക്ക് ഒരു ടോക്കൺ എമൗണ്ട് ആയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ അത് തന്നിട്ട് NOC വന്നതിന് ശേഷം ഡെലിവറി എടുക്കണമെങ്കിൽ നമുക്ക് അവർ ഏതാണ് കൺവീനിയന്റ് ആയിട്ട് രീതി ആ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമുക്ക് 790 KL നമ്പർ ആക്കി കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്പർ ആക്കിയതിന് ശേഷമാണ് ഇതും. ഇതിന്റെ മുകളിൽ വേറെ ടാക്സോ കാര്യമോ ഒന്നും വരുന്നില്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൊയോട്ട ഗ്ലാൻസ KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതിന്റെ നമ്പർ വരുന്നത് 75 ആണ്. ഓക്കെ, ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡല് G മാനുവൽ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ വാഹനമാണ്. വീലും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെ വരുന്നതാണ്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഏകദേശം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് വാഹനത്തില്. കിലോമീറ്റർ എത്രയായി? 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞു 3 വർഷത്തേക്കാണ്. ഓക്കെ, 3-ാം മാസമാണ് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഇല്ല, ഒരു ക്ലെയിമോ ഇല്ല. വണ്ടി ഫുൾ സർവീസിലാണ്, കമ്പനി സർവീസിലാണ്. NRI വണ്ടിയാണ്. അപ്പൊ പാർട്ടി നാട്ടിൽ വരുമ്പോൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ശരി, അങ്ങനെ. ഓക്കെ, ഇതിപ്പോ പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 795 ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ബാക്കി വന്നിട്ട് നോക്കിയിട്ട് സംസാരിച്ചിട്ട് ചെയ്തു കൊടുക്കും. നല്ലൊരു ഡീല് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. ഏത് വണ്ടിയാണെങ്കിലേ നമുക്ക് 23,000 കിലോമീറ്റർ 26,000 സോറി 26,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. 795 G മാനുവൽ. ഓക്കെ, ഇതിൽ മാക്സിമം ലോണും കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഉണ്ട്. ഒരു 7 ലക്ഷം 7.5 വരെയൊക്കെ ചാൻസ്. ട്രാക്കുകൾ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാക്സിമം ചാൻസ്. ഓക്കെ, ലോൺ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത്? ഇല്ല, നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ഇല്ല. അത് അവർ അതിനുള്ള മാർഗങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതിന് ടൈം ഗ്യാപ്പ് തരും. ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് നിർത്താണ്. കുറച്ച് വണ്ടികളേ ഉള്ളൂ അല്ലേ? ഇനി ഏതെങ്കിലും വരാനുണ്ടോ നിങ്ങളുടെ? നമുക്ക് നമ്മളെ പറഞ്ഞില്ല, നമുക്ക് ഒരു 90% അവിടുന്ന് ഡയറക്റ്റ് ആണ് നമുക്ക് കസ്റ്റമേഴ്സ്. പേജ് തന്നെ നോക്കിയിട്ടുണ്ട്, അറിയാം. ഡയറക്റ്റ് അവിടുന്ന് കസ്റ്റമേഴ്സിനാണ് കൊടുക്കല്. ഓക്കെ, ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ അവിടെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവല്. നമുക്കൊരു പാർട്ട്ണറും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാവുമ്പോൾ കുറച്ച് വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ രീതിയിൽ ചെയ്യുന്നതാണ്. ഓക്കെ,
അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാർ ക്വാറിയം പേരാമ്പ്രയാണ് ലൊക്കേഷൻ വരുന്നത്. പേരാമ്പ്ര കുരാച്ചോട് റോഡിൽ ചെമ്പ്ര അല്ലേ? ഓക്കെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.